ജെഎംഎം വിടുന്നുവെന്ന് വ്യക്തമാക്കി ജാർഖണ്ഡ് മുൻ മുഖ്യമന്ത്രി ചെമ്പൈ സോറൻ പാർട്ടിയിൽ അവഹേളനം നേരിട്ടതിനാൽ ബദൽ മാർഗം തേടാൻ നിർബന്ധിതനായി. ജീവിതത്തിൽ പുതിയ അധ്യായത്തിന് തുടക്കമെന്നും ചെമ്പൈ സോറൻ എക്സിൽ കുറിച്ചു. വിവരങ്ങളുമായി ആർ അച്യുതൻ ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട്. അച്യുതൻ, ചെമ്പൈ സോറനും ഒപ്പം മറ്റ് 6 MLA-മാരും BJP-യിലേക്കെന്നുള്ള അഭ്യൂഹം ശക്തമായിരുന്നു. ഇതിനിടെയാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു കുറിപ്പ് അദ്ദേഹം എക്സിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. എന്താണ് മനസ്സിലാക്കേണ്ടത്? പ്രവിത, കുറച്ചുകൂടി വ്യക്തതയുള്ള വിശദമായിട്ടുള്ള ഒരു പ്രതികരണം അതാണ് ഈ തുറന്ന രേഖപ്പെടുത്തൽ ചെമ്പൈ സോറൻ നടത്തിയിരിക്കുന്നത്. പാർട്ടിയോടുള്ള കടുത്ത അതൃപ്തി അത് ഓരോ വരികളിലും വ്യക്തമായി തന്നെ പ്രകടമാണ്. പാർട്ടിക്കകത്ത് തന്നെ അപമാനിക്കുകയും അവഹേളിക്കുകയും ചെയ്തു. ഇതിനാലാണ് മറ്റൊരു ബദൽ മാർഗം തേടാനായി താൻ ഇപ്പോൾ ഒരുങ്ങിയിരിക്കുന്നത്. ഇന്ന് തൻ്റെ ജീവിതത്തിലെ ഒരു പുതിയ അധ്യായം തുടങ്ങുന്നു എന്നുള്ളതാണ് ചെമ്പൈ സോറൻ കുറിച്ചിരിക്കുന്നത്. അതിൽ തനിക്ക് മുന്നിൽ 3 അവസരങ്ങളുണ്ട്. ഒന്ന്, രാഷ്ട്രീയ ജീവിതത്തിൽ നിന്ന് തന്നെ വിരമിക്കുക എന്നുള്ളതാണ് ആദ്യത്തേത്. രണ്ടാമത്തത്, പുതിയൊരു പാർട്ടി രൂപീകരിച്ച് മുന്നോട്ട് പോവുക. ഇതിൽ മൂന്നാമത്തതാണ് പ്രസക്തമായിട്ടുള്ള, കാരണം സമകാലിക രാഷ്ട്രീയ ഗതിയിൽ ഏറ്റവും പ്രസക്തമായിട്ടുള്ളതാണ് മൂന്നാമതായി ചെമ്പൈ സോറൻ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതായത് ഒരു കൂട്ടാളിയെ കണ്ടെത്തി അവർക്കൊപ്പം തുടർന്നുള്ള രാഷ്ട്രീയ ജീവിതം നയിക്കുക എന്നുള്ളതാണ് ആ മൂന്നാമതായി ചെമ്പൈ സോറൻ പറയുന്നത്. അതായത് വരുന്ന ജാർഖണ്ഡ് നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ ഈ അവസരങ്ങൾ തുറന്നിരിക്കുമെന്നുള്ളതും ചെമ്പൈ സോറൻ വ്യക്തമാക്കുന്നു. അതായത് BJP ഒരു പക്ഷേ ചെമ്പൈ സോറനെ പാർട്ടിയിലേക്ക് ക്ഷണിച്ചാൽ ചെമ്പൈ സോറൻ പോകുവാനുള്ള സാധ്യതകളാണ് ഈ മൂന്നാമത്തെ ഈ ഓപ്ഷനായി ചെമ്പൈ സോറൻ ഇപ്പോൾ പ്രകടമാക്കിയിരിക്കുന്നത്. പാർട്ടിക്കകത്ത് താൻ ഒരുപാട് അധിക്ഷേപങ്ങൾ നേരിട്ടു. മുഖ്യമന്ത്രിയായിരിക്കുന്ന ഘട്ടത്തിൽ തന്റെ ഔദ്യോഗിക പരിപാടികൾ പാർട്ടി നേതൃത്വം ഇടപെട്ട് മാറ്റിവെക്കുന്നു. ഒരുപാട് അപമാനം നേരിട്ടു എന്നതുകൂടി എടുത്തു പറയേണ്ടതുണ്ട്. ജെഎംഎം വിടുന്നുവെന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് ഇപ്പോൾ ജാർഖണ്ഡ് മുൻ മുഖ്യമന്ത്രി ചെമ്പൈ സോറൻ എക്സിൽ കുറിച്ചിരിക്കുന്നത്. വിവരങ്ങളാണ് ആർ അച്യുതൻ ഡൽഹിയിൽ നിന്ന് നൽകിയത്.